പ്രിയമുള്ളവരെ, ഈ ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം സ്വാഭാവികമാണെന്ന് പറയാം. കാരണം പരീക്ഷാ പേപ്പർ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചോർന്നാൽ നമുക്ക് ക്ഷമിക്കാം. അത് ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. ചിലപ്പോൾ ചോരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിരന്തരം എല്ലാ മത്സര പരീക്ഷകളുടെയും ഒക്കെ പേപ്പർ ഇങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല 21 പരം വിദ്യാർത്ഥികൾ പരീക്ഷാ പേപ്പർ ചോർന്നു തങ്ങളുടെ ഭാവി തുലാസിലാണ് എന്ന് തോന്നിയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു പരീക്ഷാ പേപ്പർ ചോർന്നതിൻ്റെ പേരിൽ. മാത്രമല്ല കുറച്ചധികം വിദ്യാർത്ഥികൾ അവർ വളരെ പാടുപെട്ട് പഠിച്ചു, മത്സര പരീക്ഷ എഴുതി ഉന്നത വിജയം നേടിയതിനു ശേഷം ആ പരീക്ഷകൾ റദ്ദാക്കുന്നു ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പേരിൽ നിരന്തരം. അങ്ങനെ ആ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ ധർമ്മസങ്കടത്തിലാണ്. ആ ഒരു പരിതസ്ഥിതിയിലാണ് ക്രോക്രോച്ച് ജനതാ പാർട്ടി ഇങ്ങനെ ഒരു സമരത്തിലേക്ക് മുൻപന്തിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമരം ന്യായീകരിക്കപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനെയൊന്നും ഈ രാജ്യദ്രോഹത്തിൻ്റെ ഒരു മുഖമുദ്ര ചാർത്തി കൊടുക്കേണ്ടതില്ല. അത് ഒരിക്കലും രാജ്യദ്രോഹമല്ല. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്നതാണ് സാധാരണ ചോദ്യപേപ്പറൊക്കെ ചോരുമ്പോൾ ഇങ്ങനെ സമരം ചെയ്യുക എന്നത്. പ്രത്യേകിച്ചും ഈ നിരന്തരം ചോദ്യപേപ്പർ ചോരുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആ പണിക്ക് യോഗ്യരല്ല. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ നീറ്റ് പരീക്ഷയൊന്നും നടത്തുന്നതിന് യോഗ്യനല്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകണം എന്നാണ് ഈ ചോദ്യപേപ്പർ നിരന്തരം ചോരുന്നതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യം. പക്ഷേ എന്തുകൊണ്ടോ സമരരംഗത്ത് നിറയുന്ന ആളുകളെയൊക്കെയും ഒരു രാജ്യദ്രോഹി പട്ടം ചാർത്തി കൊടുക്കുവാനാണ് സംഘപരിവാര പ്രൊഫൈലുകൾ ശ്രമിക്കുന്നത് എന്നതാണ് വളരെ വിഷമകരം. കാരണം ഒരുപക്ഷെ സംഘപരിവാരം ഇതിനു മുമ്പ് ഇത്തരം വിദ്യാർത്ഥി സമരങ്ങളുടെ ഒക്കെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള സംഘടനയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വി.പി. സിംഗ് 1989 നടപ്പിലാക്കുമ്പോൾ അന്ന് വിദ്യാർത്ഥി സമരം ഇതിനേക്കാൾ തീവ്രമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ രാഷ്ട്രപതി ഭവൻ്റെ ഒക്കെ മുന്നിൽ തീ കൊളുത്തി ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ തീ കൊളുത്തി മരിച്ച ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന LK അദ്വാനി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും സമരങ്ങളുടെ ഭാഗമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് സമരങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ കുറച്ചുകൂടി തീവ്രമാകും, ചിലപ്പോൾ അക്രമ സ്വഭാവമൊക്കെ പ്രകടിപ്പിക്കും. അതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. അത് മനസ്സിലാക്കി സംഘപരിവാര പ്രൊഫൈലുകൾ കുറച്ചുകൂടി സമന്വയം പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരിൽ പലപ്പോഴും ഇപ്പോൾ ഈ ക്രോക്രോച്ച് ജനതാ പാർട്ടിക്കാരെയും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ എത്തിയ രാഹുൽ ഗാന്ധിയെയും ഒക്കെയും വിദേശ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളുടെ ചാരന്മാരാണെന്നൊക്കെ വിളിക്കുന്നതിൽ ഒട്ടും ഭംഗിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അതൊക്കെയും ഒരു വ്യവസ്ഥതയുടെ ദുഷിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ മാത്രമാണ്. കാരണം നിരന്തരം ചോദ്യപേപ്പർ ചോരുന്നു, വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുന്നു, 21 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരരംഗത്ത് ഇറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊന്നും ഒരിക്കലും ഈ വർഗീയതയുടെയും അതുപോലെ ഈ രാജ്യദ്രോഹത്തിൻ്റെയും ഒന്നും പട്ടം ചാർത്തി കൊടുക്കുന്നത്. പ്രത്യേകിച്ചും 7 കോടി ജനങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച. ഈ സമരം നടത്തുന്നതൊക്കെയും BJPക്ക് ശക്തമായി സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഒരുപക്ഷെ ആ പശുബെൽറ്റ് നമ്മൾ പറയാറുള്ളത് പോലെ BJPക്ക് അധികം സീറ്റുകൾ നേടിക്കൊടുക്കുന്ന ഗുജറാത്ത്, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ മുതലായ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും അവിടെ സമരരംഗത്ത് എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിലൊന്നും ഒരു രാഷ്ട്രീയമില്ല. തങ്ങളുടെ കുട്ടികളുടെ ഭാവി അവതാളത്തിലാകുമ്പോൾ അവർ സ്വാഭാവികമായി പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലെത്തുന്നു. ഉടനെ തന്നെ സമരത്തിന് ഒരു ശക്തമായ ഒരു നേതൃത്വം ഉണ്ടാകുന്നു. ഈ സമരം കൂടുതൽ ശക്തമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഒരുപക്ഷെ ഈ ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി നേതാക്കന്മാരും ഒക്കെ സംസാരിച്ചതിന് ശേഷമായിരിക്കാം ഈ സമരം ഇങ്ങനെ ഒരു കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആസൂത്രണ പാടവത്തെയും ചില മാധ്യമങ്ങൾ പുകഴ്ത്തുന്നുണ്ട്. കാരണം ഈ പ്രധാനമന്ത്രിയുടെ വസതി പോലെ വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്ത് അതിന് മുന്നിൽ സമരം നടത്തുക പ്രയാസകരമാണ്. കാരണം സുരക്ഷാ സേനയ്ക്ക് അത് തടയും. പക്ഷേ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് തന്നെ അത് പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയും ഒപ്പം KC വേണുഗോപാലും മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ ആയിരുന്നു, 84ാം ബർത്ത്ഡേ. അപ്പോൾ ജന്മദിനമായിരുന്നു. അതിനുശേഷം അവിടെ കേക്ക് മുറിക്കൽ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു.
ആ കേക്ക് മുറിക്കൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തെ പിന്തുടരാൻ കോൺഗ്രസ് എംപിമാരോട് ആവശ്യപ്പെട്ടു. ആ വാഹനം പ്രധാനമന്ത്രിയുടെ വീടിനടുത്തെത്തുകയും അങ്ങവിടെ ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പം ചേർന്ന് സമരം ചെയ്യുകയുമായിരുന്നു. അതായത് ഒരുപക്ഷെ നേരത്തെ സ്വന്തം എംപിമാരോടോ മറ്റു ജനങ്ങളോടോ ഒക്കെ പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് സമരം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നുവെങ്കിൽ ആ വാർത്ത സ്പ്രെഡാകുകയും അവിടേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ എംപിമാരും മല്ലികാർജ്ജുനം ഖാർഗെയും ഒക്കെ എത്തുന്നത് തടയപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അതൊന്നും പറഞ്ഞില്ല. അവിടെ ബർത്ത്ഡേക്ക് വരാൻ പറഞ്ഞു. അവിടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച ശേഷം തൻ്റെ വാഹനത്തെ പിന്തുടരാൻ കോൺഗ്രസ് എംപിമാരോട് ആവശ്യപ്പെട്ടു. അവർ വാഹനത്തെ പിന്തുടർന്നു, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തി. അങ്ങനെ അവിടെ രാഹുൽ ഗാന്ധിയും ക്രോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും ചേർന്ന് സമരം ശക്തമാക്കി. അതാണ് ഇത് ചർച്ചകൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഹുൽ ഗാന്ധി വളരെ കണ്ണിങ് ആയിട്ട് തന്നെ അക്കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഗോദി മീഡിയ, ഉത്തരേന്ത്യൻ മീഡിയ അത് കണ്ടില്ല എന്നടിക്കുമ്പോൾ, ഈ ജനാധിപത്യ രീതിയിലുള്ള ഈ സമരം കണ്ടില്ല എന്നടിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി തന്നെ, ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ, അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി കേരളത്തിലെ സിനിമാ താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ഈ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുവാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിസ്മയ മോഹൻലാലിൻ്റെ മകൾ, അതുപോലെ ഉള്ള സിനിമാ താരങ്ങളൊക്കെയും, രഞ്ജിനി ഹരിദാസിൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവരും കുറച്ചുകൂടി ക്രിയാത്മകമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട, ടൊവിനോ തോമസ് ഒക്കെ വളരെ ക്രിയാത്മകമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇനി ഈ വിദ്യാഭ്യാസ മന്ത്രി നരേന്ദ്രമോദി പുറത്താക്കാത്തതിന് ഒരു കാരണമായി പറയുന്നത്, അദ്ദേഹം ഈ ഒഡീഷയിൽ, നമുക്കറിയാവുന്നതുപോലെ ഒഡീഷയിൽ നേരത്തെ ബിജു ജനതാദളിൻ്റെ ഘടകകക്ഷിയായിരുന്നു BJP. ആ BJP അവിടെ ഭരണത്തിലെത്തുന്നതിന് വളരെ പ്രധാനമായ പങ്കുവഹിച്ച ആളാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന BJPയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം RSSൻ്റെ തന്നെ നേതാവാണ്. BJP പ്രവർത്തകർ എന്നതിനേക്കാൾ അദ്ദേഹം RSSൻ്റെ നേതാവാണ്. ബജ്രംഗ് ദളിൻ്റെ ഒക്കെ അഖിലേന്ത്യാ നേതാവായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ ആകെയുള്ള 21 സീറ്റിൽ 20 സീറ്റും BJP നേടിയിരുന്നു. ആ 20 സീറ്റിൻ്റെ ബലത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത്. അപ്രതീക്ഷിതമായിരുന്നു ആ 20 സീറ്റ്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനോട് നരേന്ദ്രമോദിക്ക് ഒരു കാര്യവും ഇഷ്ടവും സ്നേഹവുമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ആ 20 സീറ്റില്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഇന്ന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമായിരുന്നു. രാഹുൽ ഗാന്ധി ആയിരിക്കുമായിരുന്നു പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ ആ ഒഡീഷയിൽ അത്ര വലിയ വിജയം നേടിക്കൊടുത്ത ധർമ്മേന്ദ്ര പ്രധാനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ നരേന്ദ്രമോദി നിലനിർത്തുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുവാൻ പറയാത്തത് എന്നുള്ള വിശകലനങ്ങളും ഒക്കെ വരികയാണ്. എന്തായാലും ഈ ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതോടുകൂടി സമരത്തിന് ഒരു പുതിയ തലം വരും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത്. രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ശക്തനാകുന്നു ദേശീയ തലത്തിൽ എന്ന വിശകലനം തന്നെയാണ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.